തിരുവനന്തപുരം പാളയത്തെ SFI KSU സംഘർഷം, ആ സംഘർഷത്തിന് ഇപ്പോൾ അയവ് വന്നിരിക്കുകയാണ്. ഇരു കൂട്ടരും പിരിഞ്ഞു പോയിരിക്കുന്നു. എന്നാൽ പാളയത്ത് വലിയ പോലീസ് സന്നാഹമുണ്ട്. അത്തരത്തിൽ കനത്ത സുരക്ഷയിലാണ് ഇപ്പോൾ പാളയമുള്ളത്. SFI പ്രവർത്തകർ യൂണിവേഴ്സിറ്റി കോളേജ് ഭാഗത്തേക്ക് പിരിഞ്ഞു പോയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. പോലീസ് ലാത്തി വീശിയിരുന്നു, ഒപ്പം തന്നെ 3 തവണ ടിയർ ഗ്യാസ് പ്രയോഗിച്ചിരുന്നു. എന്നിട്ടും പിരിഞ്ഞു പോകാത്ത നേതാക്കളെ, പ്രവർത്തകരെ മുതിർന്ന നേതാക്കളെത്തിയാണ് അനുനയിപ്പിച്ച് തിരികെ അയച്ചത്. എന്നാൽ അടങ്ങുന്നില്ല. SFI പ്രവർത്തകർ നാളെ പ്രതിഷേധിക്കും, സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. അതിക്രൂരമായി പോലീസ് തല്ലിച്ചതച്ചു എന്ന് SFI ആരോപിക്കുന്നുണ്ട്. റിനു ശ്രീധർ തുടരുന്നുണ്ട്. റിനു, നാളെ ഇനി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചാണ്. നോർത്ത് ഗേറ്റ് ഇപ്പോൾ തുറന്നതേ ഉള്ളൂ, അവിടെ വീണ്ടും ബാരിക്കേഡുകൾ വരേണ്ടി വരും. തീർച്ചയായും വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഈ ബാരിക്കേഡുകൾ തുറന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരഗേറ്റ്, ഈ സമരഗേറ്റ് മുന്നിലേക്ക് വീണ്ടും നാളെ സമരഗേറ്റ് പൂർണ്ണമായി അടയ്ക്കേണ്ടി വരും. SFI പ്രവർത്തകരുടെ വലിയ പ്രതിഷേധം നാളെ ഉണ്ടാകുമെന്നുള്ളതിൽ സംശയവുമില്ല. ഇപ്പോഴും A. റഹീം MP ഉൾപ്പെടെയുള്ളവർ സംഭവ സ്ഥലത്തുണ്ട്. SFI പ്രവർത്തകരെ പിന്തിരിപ്പിച്ച് അവരെ കോളേജിനകത്തേക്കും ഒപ്പം വീടുകളിലേക്കും പറഞ്ഞയക്കുവാനുള്ള ഒരു ഇടപെടലാണ് ഉണ്ടായത്. MP എന്തായാലും A. റഹീം MP പോയിട്ടില്ല, ഇപ്പോഴും ഇവിടെയുണ്ട്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? അല്ല, ഇപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല. പ്രശ്നം ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. പോലീസ് ക്ഷണിച്ചു വരുന്ന കാര്യമാണിത്. ഏകപക്ഷീയമായി പോലീസ് ചെയ്ത കാര്യമാണ്. KSU പോലീസിൻ്റെ ബലത്തിൽ SFIക്കാരെ ആക്രമിക്കാൻ ശ്രമിച്ചതാണ്. പോലീസ് ആദ്യം മുതൽ അവസാനം വരെ ഇതിൻ്റെ ഏകപക്ഷീയമായ മുഴുവൻ ഉത്തരവാദിത്വം പോലീസിനാണെന്ന് ഞാൻ പറയും. SFI നാളെ വലിയ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുക. SFIയുടെ സ്റ്റേറ്റ് ഭാരവാഹികൾ ആലോചിച്ചവർ പറയുമായിരിക്കും. എനിക്ക് അതിൻ്റെ വിശദാംശങ്ങൾ അറിയില്ല. ഏതായാലും വളരെ ദൗർഭാഗ്യകരമായിട്ടാണ് പോലീസ് ക്ഷണിച്ചു വരുത്തിയ പ്രശ്നമാണിത്. KSU പോലീസിന്റെ തലത്തിലാണ് ഇത്തരമൊരു സംഘർഷം ഇവിടെ ക്ഷണിച്ചു വരുത്തിയത്. ഇപ്പോൾ സമാധാനം തീർച്ചയായിട്ടും ഇപ്പോൾ എല്ലാം അവസാനിച്ചിട്ടുണ്ട്. കുട്ടികൾ അവിടെ SFIക്കാർ അവിടെ ബൈക്ക് എടുക്കാനൊക്കെ വേണ്ടിയിട്ട് അവരുടെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ. എന്തായാലും അനൂപ്, SFI പ്രവർത്തകരും KSU പ്രവർത്തകരും പിരിഞ്ഞു പോയിട്ടുണ്ട്. A. റഹീം MP ഉൾപ്പെടെയുള്ളവർ ഉണ്ട് ഇവിടെ. സംഭവ സ്ഥലത്ത് തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ശ്രമം ഇവരുടെ ഭാഗത്തു നിന്നുണ്ട്. എന്തായാലും CPM നേതാക്കളുടെ ഒരു ഇടപെടൽ തന്നെയാണ് ഈ സംഘർഷം ഒഴിവാക്കുന്നതിലേക്ക് കലാശിച്ചത്. മുതിർന്ന CPM നേതാക്കൾ MP ജയരാജൻ അടക്കം ഇവിടെ എത്തി പോലീസുമായി സംസാരിച്ചു, SFI പ്രവർത്തകരുമായി സംസാരിച്ചു. അവരെ പിന്തിരിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം ഉണ്ടായി. എന്തായാലും KSU പ്രവർത്തകരും SFI പ്രവർത്തകരും പിരിഞ്ഞു പോയിട്ടുണ്ട്. ഈ യൂണിവേഴ്സിറ്റിക്ക്, അതായത് കേരള സർവകലാശാലയ്ക്ക് അകത്താണ് SFI പ്രവർത്തകരുടെയും KSU പ്രവർത്തകരുടെയും തന്നെ ഇരുചക്ര വാഹനങ്ങളൊക്കെ വച്ചിരിക്കുന്നത്. അതൊക്കെ തന്നെ എടുത്തു മാറ്റിക്കൊണ്ട് അവിടെ നിന്ന് പോകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് ഉണ്ടായത്. എന്തായാലും സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം ഇവിടെ ഇപ്പോഴും നിലയുറപ്പിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.